നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേർന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പ്രവാസികളെ തഴഞ്ഞതായി ആക്ഷേപം. പ്രവാസി പുനരധിവാസ പദ്ധതിയെക്കുറിച്ചോ പ്രവാസികളുടെ ക്ഷേമത്തെക്കുറിച്ചോ യാതൊരു പരാമർശം നടത്തുകയോ പ്രവാസികൾക്കായി തുക നീക്കിവെക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പ്രവാസികളുടെ ആക്ഷേപം. ഇതിനെതിരെ നാട്ടിലും പ്രവാസ ലോകത്തും പ്രതിഷേധം ശക്തമാവുകയാണ്. രണ്ടായിരത്തി 15-16 വർഷത്തെ കേരള ബജറ്റിൽ പ്രവാസികളെ ഒഴിവാക്കിയതായി ആക്ഷേപം. പ്രവാസികൾക്കോ തിരികെ എത്തിയ പ്രവാസികൾക്കോ പ്രവാസി ക്ഷേമങ്ങൾക്കായോ ബജറ്റിൽ ഒരു തുക പോലും മാറ്റിവച്ചിട്ടില്ല എന്നാണ് നാട്ടിലും പ്രവാസ ലോകത്തു നിന്നുമുള്ള പ്രവാസികളുടെ പരിഭവം. കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ബജറ്റ് പോലെ പ്രവാസികളെ നിസ്സാരവൽക്കരിച്ച ബജറ്റ് ഉണ്ടായിട്ടില്ലെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ബജറ്റ് പോലെ പ്രവാസികളെ അവഗണിച്ച, പ്രവാസികളെ നിസ്സാരവൽക്കരിച്ച, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രവാസികളോട് ക്രൂരത ചെയ്ത ഒരു ബജറ്റ് ഉണ്ടോ എന്ന് സംശയമാണ്. ഗവൺമെൻറ്റിൻ്റെ സഹായം, അധികൃതരുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ഘട്ടമാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. ഗൾഫ് നാടുകളിലെ പ്രതിസന്ധി, പെട്രോൾ വിലയിടിവ്, ഗൾഫ് നാടുകളിലെ തദ്ദേശവൽക്കരണം തുടങ്ങിയ കാരണങ്ങളാൽ പ്രവാസികൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയും അവരുടെ കുടുംബങ്ങൾ തീക്ഷ്ണമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ UDF സർക്കാർ അവരെ നിലനിർത്തിയ കേരളത്തിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ സഹായിച്ച ഒരു വിഭാഗത്തോട് ചെയ്തത് കടുത്ത ക്രൂരതയാണെന്ന് പറഞ്ഞതിൽ എനിക്ക് ഖേദമുണ്ട്. ലോകത്തിലാദ്യമായാണ് തിരികെ എത്തിയ പ്രവാസികൾക്കായി കേരളത്തിൽ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത്. 2012 ആവിഷ്കരിച്ച പദ്ധതി ഏറെ ആവേശത്തോടെയാണ് പ്രവാസികൾ ഏറ്റുവാങ്ങിയത്. എന്നാൽ പദ്ധതി ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. തിരിച്ചുവരുന്ന പ്രവാസികൾക്ക് മാന്യമായ രീതിയിൽ താമസിക്കാനുള്ള സാഹചര്യം പോലും ഇതുവരെ ഒരുക്കാൻ സർക്കാരിനായിട്ടില്ല. കെട്ടിഘോഷിച്ച ബജറ്റ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വളരെ വ്യക്തമായി ലോകത്തന്നെ ഇത്രയും നല്ലൊരു ഭരണാധികാരി നമ്മൾ കാണാൻ കഴിയില്ല. ഏതൊക്കെ രാഷ്ട്രീയത്തിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തെ പോലെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി ഇന്ന് ലോകത്തില്ല. ഏറ്റവും നല്ലൊരു ബജറ്റ് കേരള സമൂഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയമെടുത്ത് വായിച്ച ഒരു മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, പ്രവാസികൾക്ക് ഇത്രയും 1,00,000 കോടി രൂപ ഒരു വർഷം കേരളത്തിലെ ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കുന്ന പ്രവാസികൾക്ക് ഒരു രൂപയുടെ ആനുകൂല്യം പോലും കൊടുക്കാൻ ആ ബജറ്റിന് സാധിച്ചിട്ടില്ല. എന്താ ഈ പ്രവാസികളെ ഈ രാജ്യത്തോട് ചെയ്ത തെറ്റ്? കഷ്ടപ്പെട്ട് ചോര നീരാക്കി സ്വന്തം നാടും വീടും കുടുംബവും വിട്ട് മാനസിക രോഗത്തിന് അടിമയായി മരുഭൂമിയിൽ കഷ്ടപ്പെട്ട ആ പൈസ നാട്ടിലേക്ക് അയച്ച് ഇവിടുത്തെ സാമ്പത്തിക നില ഭദ്രമാക്കിയ ഒരു തെറ്റാണ് പ്രവാസികൾ ആദ്യം ചെയ്തത്. ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കളാലും ഗൾഫിൽ പോയി അവിടുന്ന് പിരിവെടുത്ത് കൊണ്ടുവരുന്നു എന്നുള്ള അല്ലാതെ ഇവർക്ക് തിരിച്ചെന്ത് ചെയ്തു? ഇവർ സാമ്പത്തികമായിട്ട് സർക്കാർ ഒന്നും സഹായിക്കണ്ട, പക്ഷെ ഒരു പദ്ധതിയെങ്കിലും സർക്കാർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അഭിമാനിക്കാമായിരുന്നു. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിതാക്കത്തിലൂടെ ജോലി നഷ്ടപ്പെട്ട നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ആരംഭിച്ച പ്രവാസി പുനരധിവാസ പദ്ധതി ഉദ്ദേശിച്ച ഫലം കിട്ടാതെ താളം തെറ്റുന്നതായ വാർത്ത ഇതിനു മുൻപും ഗൾഫ് ന്യൂസ് വീക്ക് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ നിതാക്കാത്ത് പുനരധിവാസ പദ്ധതിയിൽ വാഹന വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെ ബാങ്കുകൾ നടപടിയെടുത്തു തുടങ്ങിയ വാർത്തയാണ് ജീവൻ നൽകിയത്. പദ്ധതി ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ 312 പേരാണ് സ്വയം തൊഴിലിനായി വാഹന വായ്പ എടുത്തിരുന്നത്. 10.25% പലിശ. ബാങ്കുകളുടെ ഈ കൊള്ളപ്പലിശയ്ക്കെതിരെ പ്രവാസികൾ ആരംഭിച്ച പ്രക്ഷോഭം ഫലം കാണാതെയും സമരം ശക്തമാക്കിയിട്ടും സർക്കാർ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് മാത്രമല്ല, പ്രവാസികൾക്കായി യാതൊന്നും ബജറ്റിൽ വകയിരുത്തിയിട്ടില്ല എന്നുമാണ് പ്രവാസി സംഘടനകൾ പറയുന്നത്. കേരള ഗവൺമെൻറ് തിരിച്ചുവരുന്ന ആളുകൾക്ക് ജോലികളും വ്യവസായ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനുള്ളൊക്കെ തീരുമാനങ്ങളുണ്ടായി.
പക്ഷേ ആ തീരുമാനങ്ങളൊന്നും തന്നെ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി ആവശ്യമായ സാമ്പത്തിക സ്ഥാപനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള താല്പര്യം ഇന്നുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ലക്ഷക്കണക്കിന് രൂപ ചില ആളുകളൊക്കെ തന്നെ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന പ്രോജക്റ്റുകളാക്കി മാറ്റാൻ പലർക്കും സാധിച്ചിട്ടില്ല. അവരൊക്കെ ആവുകയും ചെയ്തിരിക്കുന്നു. മറ്റു എല്ലാ മേഖലയിലും പെട്ട ആളുകൾക്ക് പെൻഷനും മറ്റു പദ്ധതികളും ഒക്കെയായി അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിനുള്ള പദ്ധതികളുണ്ട്. എന്നാൽ പ്രവാസി ലോകത്തിന് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ 60 വയസ്സുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പൂർണ്ണമായും പ്രാവർത്തികമായിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രവാസ ലോകം വളരെ പ്രതീക്ഷയോടുകൂടി ഉണ്ടായിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ധാരാളം പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്തതായി കണ്ടില്ല. ഇനിയും സാധിക്കുന്നത് 30-ാം തീയതിയോടുകൂടി നിയമസഭ പിരിയുന്നതിന് മുമ്പ് കൂട്ടിച്ചേർക്കാനുള്ള അവസരങ്ങളുണ്ട്. പ്രവാസ ലോകത്തിന് വേണ്ടി കൃത്യമായി ഈ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് ഗവൺമെൻറ് രൂപം നൽകണം. മലബാർ ഡെവലപ്മെൻറ്റ് ഫോറം എന്ന് പറയുന്ന സംഘടന ഈ വിഷയത്തിലുള്ള താല്പര്യം കേരള മുഖ്യമന്ത്രിയെയും അതുപോലെയുള്ള മറ്റു ആളുകളെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. നിയമസഭ പിരിയുന്നതിന് മുമ്പ് ഇനിയും ബഡ്ജറ്റിൽ കൂട്ടിച്ചേർക്കേണ്ട അവസരം വരുമ്പോൾ വലിയൊരു പദ്ധതി ഈ തിരിച്ചു വരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സഹകരണ മേഖലയിലോ മറ്റേതെങ്കിലും മേഖലയിലോ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് തിരിച്ചു വരുന്ന ആളുകൾക്ക്, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക്, തൊഴിൽ മേഖലയിൽ നന്നായി ധാരാളം പരിചയമുള്ള ആളുകൾക്ക് അവർക്ക് ജോലി നൽകാൻ സാധിക്കുന്ന വൻകിട പദ്ധതികൾ കേരളത്തിൽ ആരംഭിക്കാൻ തയ്യാറാകണം. ഗവൺമെൻറ് മാത്രം പണം മുടക്കിക്കൊള്ളണം എന്നില്ല. പ്രവാസികളായ ധാരാളം പണക്കാർ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ വലിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഗൾഫിൽ പണിയെടുക്കുന്ന അതുപോലെ ആത്മാർത്ഥമായി പണിയെടുക്കാൻ പ്രവാസികൾ തയ്യാറാകും. അതിനുള്ള കൃത്യമായ തീരുമാനങ്ങൾ ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കണം. പ്രവാസികൾ ഏറെ ആശ്രയിക്കുന്ന കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് വേണ്ടി ഒരു തുക പോലും ബജറ്റിൽ വകയിരുത്തിയിട്ടില്ലെന്നും പ്രവാസി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രവാസികളെ പാടെ അവഗണിച്ച ബജറ്റാണ് ഇത്തവണത്തേത്. 455 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനും ഗവൺമെന്റ് സമ്മതിച്ചത്. ഞങ്ങളെല്ലാം മീറ്റിംഗിൽ പങ്കെടുത്ത ഉന്നതാധികാര സമിതി യോഗത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. എന്നിട്ട് എന്തുണ്ടായി? കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കരിപ്പൂർ വിമാനത്താവളം കംപ്ലീറ്റ്ലി ഡിസിപ്പിയർ. ബജറ്റിന്റെ രേഖകളിൽ കരിപ്പൂർ വിമാനത്താവളത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. കണ്ണൂരിലും നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരത്തൊക്കെ വേണ്ട രൂപത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢസംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറത്തെ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും, മലപ്പുറത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് മാത്രമല്ല, അതുപോലെ കോൺഗ്രസ് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ഭരണ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ മലപ്പുറത്തും കരിപ്പൂർ വിമാനത്താവളത്തെ പ്രതിനിധാനം ചെയ്ത MP ഉൾപ്പെടുന്ന പാർട്ടിക്ക് അതിൽ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് എനിക്ക് ഒളിച്ചിരിക്കാൻ വയ്യ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി ദ്രോഹ നയങ്ങൾക്കെതിരെ കേരള പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മനുഷ്യച്ചങ്ങല തീർത്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് കേരള പ്രവാസി സംഘം പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും നടന്ന് ഇത് ജനങ്ങളോട് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആരംഭം കൂടിയാണ് ഈ മനുഷ്യച്ചങ്ങല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒട്ടേറെ ദുരിതങ്ങൾ പേറിക്കൊണ്ടാണ് പ്രവാസി സമൂഹം ഇന്ന് വിവിധ രാജ്യങ്ങളിൽ കഴിയുന്നത്. അവർക്ക് വേണ്ടുന്ന ഒരു സുരക്ഷയും കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കുന്നില്ല. അവരെ പൂർണ്ണമായി തിരസ്കരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്രത്തിൽ നിന്നുള്ളത്. പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേമ പദ്ധതികളും നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, ക്ഷേമനിധിയെ ഒരു നോക്കുകുത്തിയായിട്ടാണ് കണ്ടത്. യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാൻ കൂട്ടാക്കിയില്ല. പ്രവാസികൾക്ക് വേണ്ടുന്ന ചെറിയ പ്രഖ്യാപനങ്ങൾ പോലും കടലാസിൽ ഒതുക്കുക മാത്രമാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. മരുഭൂമിയിൽ വിയർപ്പൊഴുക്കി ജോലി ചെയ്ത് നാട്ടിലെത്തിയ സാധാരണ പ്രവാസികളെ സർക്കാർ പാടെ അവഗണിക്കുന്നതായാണ് പരാതി. എണ്ണവില കൂടിയതും നിതാഖാത്ത് പോലുള്ള പ്രശ്നങ്ങളും മൂലം നാട്ടിൽ തിരികെ എത്തിയ പ്രവാസികൾ നിരവധിയാണ്. പ്രവാസികളെ എങ്ങനെയെല്ലാം തടയാൻ പറ്റും, എവിടെയെല്ലാം നശിപ്പിക്കാൻ പറ്റും, അതാണ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറി മാറി വരുന്ന സർക്കാരുകളും അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാസികൾക്ക് വേണ്ടി ഒരു പാക്കേജുമില്ല. കണ്ണിൽ പൊടിയിടാൻ ഇത്രയും കോടികളുടെ ഒരു പാലത്തിന് തന്നെ 200-300 കോടി മാറ്റിവെക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള 2.5 കോടി പ്രവാസികൾ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ മാത്രം 29 ലക്ഷം പ്രവാസികളുണ്ട്. അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് 10-12 കോടി. നിതാഖാത്തിൻ്റെ പേരിൽ ഒരു 10 കോടി മാറ്റിവെച്ചു വർഷങ്ങൾക്ക് മുമ്പ്. എന്തുണ്ടായി? കുറേ നിതാഖാത്ത് വിക്ടിംസ് ഉണ്ടായി.
അവരിപ്പോൾ പലിശയും കൂട്ടുപലിശയും നിരവധി ചാർജുകളും വാങ്ങിക്കൊണ്ട് നിതാക്കാത്തിൻ്റെ വിക്ടിംസ്, നിതാക്കാത്ത് വായ്പയെടുത്ത് കുടുങ്ങിക്കിടക്കുന്നവർ ശരിക്കും തൂങ്ങി മരണത്തിൻ്റെ വരെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇവിടെയുള്ള കർഷകർ പെൻഷൻ എല്ലാം നൽകുമ്പോൾ ഇളവുകളും സബ്സിഡികളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. നിതാക്കാത്തിലൊരു ചെറിയ രൂപത്തിൽ സബ്സിഡി പറയുന്നെങ്കിലും അതിനെയെല്ലാം ഓവർലുക്ക് ചെയ്തുകൊണ്ടുള്ള അമിതമായ പലിശയും കൂട്ടുപലിശയും മറ്റ് സർവീസ് ചാർജുകളും വാങ്ങി പ്രവാസികളെ ചൂഷണം ചെയ്യുക, അവരെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഏതോ ഗൂഢസംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കും. ചിലപ്പോൾ ഗവൺമെന്റിന് നല്ല ഉദ്ദേശമുണ്ടാകും, പക്ഷേ അത് ഏൽപ്പിക്കുന്ന ബാങ്കുകളും മറ്റ് ഏജൻസികളും വേണ്ട രൂപത്തിൽ ചെയ്യുന്നില്ല. പ്രവാസി ലോകം മൊത്തം പ്രതിസന്ധിയിലാണ്. ഗൾഫ് നാടുകൾ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ അവരുടെ കുടുംബങ്ങൾ തീക്ഷ്ണമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ പ്രവാസികളെ സഹായിക്കുന്നതിന് പകരം അവരെ ദ്രോഹിക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രവാസികളെ മറന്നതിലൂടെ തെളിഞ്ഞിരിക്കുന്നതെന്നും പ്രവാസികൾ കുറ്റപ്പെടുത്തുന്നു. ഇന്ന് കേരളത്തിൽ ഒരു സംഘടനയും ചെയ്യാത്ത വിധത്തിലുള്ള ഇതിൽ ഏതൊരു വ്യക്തി മെമ്പറായി വരുന്നുണ്ടോ ആ വ്യക്തിക്ക് 2 ലക്ഷം രൂപ വരെ അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സേവനം കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് മേഖല ഗവൺമെൻറ് പോലും ചെയ്യാത്ത ഒരു മേഖലയ്ക്ക് രൂപം കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 5 ലക്ഷം രൂപ വരെ അവരുടെ മെഡിക്കലായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിക്കും രൂപം കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ നിരവധി പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്ന ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്നാണ്, ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും മറ്റുള്ള മേഖലകളിൽ നിന്നും ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സുതാര്യമായി ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എളുപ്പ മാർഗങ്ങളും മറ്റ് രീതികളും നൽകി ഞങ്ങളെ ഈ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാമ്പത്തിക മേഖല തകർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം കേരള സർക്കാർ വിവിധ ഇനങ്ങളിൽ നിന്നായി 68,000 കോടി രൂപയാണ് നികുതിയായി പിരിച്ചെടുത്തത്. ഇതിനുള്ള സംവിധാനങ്ങളുടെ ചെലവാകട്ടെ 28,000 കോടി രൂപയും. കേരളത്തിൽ ആകെ 60 ലക്ഷത്തോളം പ്രവാസികളുണ്ട്. എന്നാൽ പ്രവാസികൾ അയച്ചത് 1 ലക്ഷം കോടി രൂപയാണ്. ഇതിനാവട്ടെ സർക്കാരിന് ഒരു ചിലവുമില്ല. 5 ആളെ ജോലി ഒരു ദിവസം എടുത്തിട്ട് ഒരാളെ ശമ്പളം വാങ്ങി നാട്ടിലേക്ക് അയച്ച് നാട്ടിലെ സാമ്പത്തിക നില, കേരളത്തിലെ സാമ്പത്തിക നില പിടിച്ചു നിർത്തുന്ന വിഭാഗമാണ് ഈ പ്രവാസി. ഇന്ന് സൗദി അറേബ്യയിലും ഗൾഫ് രാഷ്ട്രം ലോക എണ്ണ വിപണിയിൽ അനുഭവിക്കുന്ന എണ്ണയുടെ തകർച്ച, അതിൻ്റെ ഗുണഫലം ഇന്ത്യ രാജ്യത്ത് നമുക്ക് കിട്ടുന്നില്ല എങ്കിലും പക്ഷേ $130 വിലയുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ $30 എത്തി. $100 നമുക്ക് ആ ഗവൺമെൻറ്റിന്, സൗദി ഗവൺമെൻറ്, ദുബായ് ഗവൺമെൻറ് നഷ്ടപ്പെട്ടു. ഇതിൻ്റെ തിക്തഫലം ലോകത്ത് അനുഭവിക്കാൻ പോകുന്നത് 1-2 വർഷം കൊണ്ട് കേരള സമൂഹമാണ്. എല്ലാ മേഖലയിലും ബിൻ ലാദൻ പോലുള്ള ഏഷ്യയിലെ തന്നെ ഹൈടെക് കൺസ്ട്രക്ഷൻ കമ്പനി 4 മാസത്തോളമായി ശമ്പളം പിടിച്ചു വെച്ചാണ്. അതുകൊണ്ട് തന്നെ അഡ്നോക്ക്, ദുബായിലെ ഏറ്റവും സാധാരണക്കാരായ മലയാളികൾ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുബായിൽ ജോലി ചെയ്യുന്ന അഡ്നോക്ക് എന്ന കമ്പനിയിലാണ്. അവിടെ 600 റിയാൽ മുതൽ 4000 റിയാൽ വരെ ശമ്പളം വെട്ടിക്കുറച്ചിട്ടാണ് ഇപ്പം കൊടുക്കുന്നത്. ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കാൻ കേരളം 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ മേഖലയെപ്പറ്റി ചർച്ച ചെയ്യാനോ ഇതൊരു സമാന ചിന്താഗതിയിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇതിൻ്റെ ഒരു മാർഗം എന്ന് തേടാനോ ഇന്നത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറായിട്ടില്ല. ഒരു വശത്ത് സർക്കാരിന്റെയും ബാങ്കിന്റെയും മറ്റും പ്രവാസികളോടുള്ള ക്രൂരമായ ചൂഷണം, മറുവശത്ത് സർക്കാർ പ്രവാസികൾക്കായി ഒന്നും ചെയ്യുന്നുമില്ല. ഇതിനുള്ള മറുപടി പ്രവാസികൾ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നാണ് സംഘടനകൾ പറയുന്നത്. ഏതായാലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ UDF സർക്കാരിന് എതിരായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, ഒരു തരംഗം വളർന്നു വരുന്ന രൂപത്തിലുള്ള ഒരു സമീപനമാണ് UDF ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മുൻകാലങ്ങളിലുള്ള എല്ലാ ബജറ്റുകളും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പ്രവാസികളെ സഹായിച്ചിട്ടുണ്ട്. ബജറ്റിൽ പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ഒരു പരിധിയെങ്കിലും പൂർത്തീകരിക്കാനും ആ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ ബജറ്റിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഈ പ്രവാസികളുടെ കാര്യത്തിലുള്ള ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും പദ്ധതികളും ഈ പ്രവാസികളിൽ സംബന്ധിച്ചിടത്തോളം ബജറ്റിൽ പറഞ്ഞിട്ടില്ല. ഇത് എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ ഇതിനെങ്ങനെ മറുപടി പറയുമെന്നുള്ളത് ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്നാണ്
എനിക്ക് പറയാനുള്ളത്. മരുഭൂമിയിൽ വിയർപ്പൊഴുക്കി പ്രവാസികൾ അയക്കുന്ന പണത്തിന് സർക്കാർ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. സർക്കാർ മറ്റ് ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ചെയ്യുന്ന തുക പോലും പ്രവാസികൾക്കായി അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു വശത്ത് പ്രവാസികളുടെ തുക വകമാറ്റി ചെലവഴിക്കുകയും മറുവശത്ത് അവർക്കായി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ഇത് പ്രവാസികളോട് ചെയ്യുന്ന ക്രൂരത തന്നെയാണ്. സൗദി അറേബ്യയുടെ സംസ്കാരവും പൈതൃകവും ലോക ജനതയ്ക്കും യുവതലമുറയ്ക്കും പരിചയപ്പെടുത്തുന്ന ജനദ്രിയ ഫെസ്റ്റിവലിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. ഈ മാസം 22 വരെ നീണ്ടു നിൽക്കുന്ന സൗദി ജനദ്രിയ ഫെസ്റ്റിവലിൽ സൗദിയുടെ പരമ്പരാഗത നൃത്തമായ അർദ്ധ കലാകാരന്മാരോടൊപ്പം സൽമാൻ രാജാവും ചുവടുവച്ചു. ജർമ്മനിയാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. സൗദി അറേബ്യയുടെ സാംസ്കാരിക പൈതൃകം കൈമാറുന്ന ദേശീയമേളയാണ് ജനദ്രിയ. നാഷണൽ ഗാർഡിന്റെ 30ാമത് പൈതൃക സാംസ്കാരിക ആഘോഷമായ ജനദ്രിയ 30 തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവാണ് ഉദ്ഘാടനം ചെയ്തത്. ദേശസുരക്ഷയിൽ പങ്കാളികളാവുന്നവരെയും കാവൽ നിൽക്കുന്ന ഭടന്മാരെയും ആദരിക്കുന്നതിനാണ് ജനദ്രിയ ആഘോഷം. ഉദ്ഘാടന ദിവസം ഒട്ടക ഓട്ട മത്സരം സംഘടിപ്പിച്ചിരുന്നു. വിജയികൾക്ക് സൽമാൻ രാജാവ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. 1984 ആരംഭിച്ച ജനദ്രിയ ഫെസ്റ്റിവൽ സൗദി അറേബ്യയുടെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചെത്തുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും ബൃഹത്തായ ആഘോഷങ്ങളിലൊന്നാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത ഉൽപ്പന്നങ്ങളും കലാവിനോദങ്ങളും ഫെസ്റ്റിവലിന് മാറ്റുകൂട്ടുന്ന കാഴ്ചയാണ്. ഓരോ വർഷവും ലോകരാഷ്ട്രങ്ങളിൽ ഒന്നിനെ അതിഥി രാജ്യമായി സൗദി അറേബ്യ ക്ഷണിക്കും. ഈ വർഷം ജർമ്മനിയാണ് മുഖ്യ അതിഥി രാജ്യം. ഇരു രാഷ്ട്രങ്ങൾ തമ്മിൽ സാംസ്കാരികവും പൈതൃകവും കൈമാറുന്നതിന് വിപുലമായ സാംസ്കാരിക വിനിമയ പരിപാടികളാണ് ജനദ്രിയ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗോത്രങ്ങളുടെ പ്രവർത്തനങ്ങളും ആചാരങ്ങളും കലാവിരുന്നുകളുമാണ് പൈതൃക നഗരത്തിലെ പ്രധാന ആകർഷണം. സൗദി അറേബ്യയുടെ ഗ്രാമീണ ദൃശ്യങ്ങളും ഗോത്ര നാടോടി കമ്പോളവും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 25ഓളം അംഗങ്ങൾ ഉൾപ്പെടുന്ന വ്യത്യസ്തമായ 300ഓളം ഗോത്ര കരകൗശല സംഘങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അസീർ പ്രവിശ്യയിൽ നിന്ന് ഔദ്യോഗിക ജീവനക്കാരടക്കം 375 അംഗങ്ങളടങ്ങിയ സംഘമാണ് ജനദ്രിയ ഫെസ്റ്റിവലിൽ എത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ ടൂറിസം മേഖലയെ പരിചയപ്പെടുത്തുന്നതിന് വിശാലമായ ക്യാൻവാസിൽ വീഡിയോ പ്രദർശനങ്ങളും പവലിയനിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പരമ്പരാഗത ഗാവ പാനീയം നിർമ്മാണവും പ്രദർശനമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറേബ്യൻ ഉപദ്വീപിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളും അവരുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും ജനദ്രിയ നഗരിയിലെത്തിയിട്ടുണ്ട്. മേളയിൽ അവതരിപ്പിച്ച അർദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്ന അറബി ഗോത്രങ്ങളിലെ പരമ്പരാഗത നാടോടി നൃത്തം ആസ്വദിക്കാൻ ഭരണാധികാരി സൽമാൻ രാജാവ് എത്തിയത് കാണികൾക്കും കളിക്കാർക്കും ആവേശം പകർന്നു. നൃത്ത ചുവടുകൾക്കൊപ്പം കൈ ഉയർത്തി രാജാവ് ചുവടുവച്ചത് നാടോടി നൃത്ത കലാകാരന്മാർക്ക് അത്യുത്സാഹം പകർന്നു നൽകിയ കാഴ്ചയായിരുന്നു. വാളുയർത്തി കൈകൾ കോർത്ത് ചുവടുവയ്ക്കുന്ന നൃത്തത്തിന്റെ സന്ദേശം സ്നേഹവും സമാധാനവും ഐക്യവുമാണ് നൽകുന്നത്. കലാകാരന്മാരോടൊപ്പം ഭരണാധികാരി സൽമാൻ രാജാവും നൃത്തച്ചുവട് വച്ചത് ഹർഷാരവത്തോടെയാണ് എതിരേറ്റത്. വിവിധ മന്ത്രാലയങ്ങൾ, കര, വ്യോമ, നാവികസേന, കേന്ദ്ര ബാങ്കായ സാമ, വൻകിട കമ്പനികൾ, ഉപഭോക്തൃ സംരക്ഷണ സമിതി, മനുഷ്യാവകാശ കമ്മീഷൻ, രാജ്യത്തെ 13 മേഖലകളിൽ നിന്നുള്ള ഗ്രാമീണ കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പ്രദർശനം, വിൽപ്പന എന്നിവ സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട്. പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. അറേബ്യയുടെ സാംസ്കാരിക പൈതൃകം പുതിയ തലമുറയ്ക്ക് കൈമാറുന്ന ദേശീയ മേള എന്ന നിലയിൽ
ഓരോ ദിവസവും ലക്ഷക്കണക്കിന് സ്വദേശികളും വിദേശികളുമാണ് ജനദ്രിയ ഫെസ്റ്റിവൽ സന്ദർശിക്കുന്നത്. ആഘോഷ പരിപാടികളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 25 ലക്ഷം സന്ദർശകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. റിയാദിലെ ജനദ്രിയ ഹെറിറ്റേജ് വില്ലേജിൽ നടക്കുന്ന ജനദ്രിയ ഫെസ്റ്റിവൽ ഈ മാസം 22-ന് സമാപിക്കും. റിയാദിൽ ഫിലിപ്പിനോ, പാകിസ്ഥാനി, ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾക്കായി സംയുക്തമായി സംഘടിപ്പിച്ച എക്സ്പാറ്റ് ഫാമിലി ഫണ്ട് 2016 ശ്രദ്ധേയമായി. റിയാദിലെ കിങ്ഡം ആശുപത്രി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ഓളം പേരാണ് പങ്കെടുത്തത്. ചടങ്ങിൽ പ്രവാസ ലോകത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കായി നൽകുന്ന സേവനങ്ങളെ മാനിച്ച് ജീവൻ ടിവിയെ ആദരിച്ചു. സാംസ്കാരിക വൈവിധ്യം വിളിച്ചറിയിച്ച എക്സ്പാറ്റ് ഫാമിലി ഫണ്ട് 2016 റിയാദിലെ പ്രവാസി സമൂഹത്തിന് വേറിട്ട അനുഭവമായി. വിവിധ അറബ് രാഷ്ട്രങ്ങൾക്ക് പുറമെ ഫിലിപ്പീനോ, പാകിസ്ഥാൻ, ഇന്ത്യ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ സാന്നിധ്യം ഫാമിലി ഫണ്ടയിൽ വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. റിയാദിൽ ആദ്യമായാണ് എക്സ്പാറ്റ് ഫാമിലി ഫണ്ട് ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നത്. FMJ, VI പ്രൊഡക്ഷൻസ് എന്നീ എന്റർടൈൻമെന്റ് കമ്പനികളാണ് വിവിധ രാഷ്ട്രങ്ങളുടെ സാംസ്കാരിക വിനിമയം ലക്ഷ്യമാക്കി പരിപാടി സംഘടിപ്പിച്ചത്. ഫിലിപ്പീനോ, പാകിസ്ഥാൻ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3000-ലധികം പ്രവാസികളാണ് ഫാമിലി ഫണ്ടയിൽ പങ്കെടുത്തത്. പ്രവാസികൾക്കിടയിലും വിവിധ രാഷ്ട്രങ്ങൾക്കിടയിലെ പൗരന്മാർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും മാനവികതയുമാണ് എക്സ്പാറ്റ് ഫാമിലി ഫണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. എക്സിറ്റ് 5-ലെ കിങ്ഡം ആശുപത്രി കോമ്പൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദികളിലാണ് കലാസാംസ്കാരിക വിനോദ പരിപാടികൾ അരങ്ങേറിയത്. ഫിലിപ്പൈൻസിന്റെ തനത് പാരമ്പര്യ നൃത്തം കാണികളെ ആകർഷിച്ചു. പാകിസ്ഥാൻ വിഭവങ്ങളും ഇന്ത്യൻ സംഗീതവും വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. വിവിധ രാഷ്ട്രങ്ങളുടെ പാരമ്പര്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ചടങ്ങിന് മാറ്റുകൂട്ടി. പ്രവാസ ലോകത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കായി നൽകുന്ന സേവനങ്ങളെ മാനിച്ച് ജീവൻ ടിവിയെ ചടങ്ങിൽ ആദരിച്ചു. മുംതാസ് ജെ ലാറ്റിബ് ഉപഹാരം സൗദി ബ്യൂറോ ചീഫ് ഷംനാദ് കർണാഗപ്പള്ളിക്ക് സമ്മാനിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് സജിൻ നിഷാൻ, തങ്കച്ചൻ, ശ്രീലാൽ, സുബി സുനിൽ, RJ ഫവാദ് എന്നിവർ പങ്കെടുത്തു. ഷഫീഖ്, ഷിഹാബ്, ലിൻസി ബേബി, രഞ്ജിനി, അലീന, ലിന, ആൽവിൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@gvan.tv. ടെലിഫോൺ നമ്പർ 0484233815 അല്ലെങ്കിൽ 0484233816. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.